ഹലോ! വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഈ വീഡിയോ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഞാൻ നാട്ടിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നേ. എനിക്ക് ലൈഫിൽ ഏറ്റവും സന്തോഷം തരുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാറുള്ളൂ. ഇനിയിപ്പോൾ കഴിച്ചില്ലെങ്കിലും വലിയ സീനൊന്നുമില്ല. അപ്പോൾ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ എങ്ങോട്ടുമല്ല, ഷൊർണൂരിലേക്കാണ്. എൻ്റെ 7 വയസ്സ് മുതൽ UG കോളേജ് സെക്കൻഡ് ഇയർ പഠിക്കുന്ന അത്രയും കാലം ഞാൻ ഷൊർണൂർ SMB ജംഗ്ഷനിലായിരുന്നു കേട്ടോ താമസിച്ചിട്ടുണ്ടായിരുന്നത്. കുറേ നല്ല ഓർമ്മകളും നല്ല കുറച്ച് ഫ്രണ്ട്സൊക്കെ എനിക്ക് കിട്ടിയതുകൊണ്ട് തന്നെ പേഴ്സണലി നല്ല അറ്റാച്ച്ഡ് ആണ് ഷൊർണൂരായിട്ട്. ഇതാണ് കേട്ടോ ഭാരതപ്പുഴ. പണ്ടൊക്കെ ഒട്ടുമിക്ക വീക്കെൻഡ്സ് ഇവിടെ വരാറുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാലത്തെ പ്ലാനിങ്ങും കാത്തിരിപ്പിനും ശേഷം ഫൈനലി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ജലിയുടെ വീട്ടിൽ ഞാൻ എത്തി. അവൾ ലീവിന് അബുദാബിയിൽ നിന്ന് വന്നതാണ്. ഞാൻ രാവിലെ ഏകദേശം 6:45 അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ അഞ്ജലിയുടെ മോള് ജാനി എണീക്കലുണ്ടായിരുന്നുള്ളൂ. അഞ്ജലി എനിക്ക് കുറേ സാധനങ്ങളൊക്കെ അബുദാബിയിൽ നിന്ന് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആകെ മൊത്തം ഫുൾ ഹാപ്പി ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും. എല്ലാവർക്കും കാണില്ലേ ലൈഫിൽ ഇങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഫുൾ ഓൺ പോസിറ്റീവ് വൈബ്സ് ഓൺലി. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയ ശേഷം പുട്ട് നല്ല അടിച്ചു മിന്നിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും അഞ്ജനയ്ക്ക് ഓൺലൈൻ ക്ലാസ് എടുത്ത് കൊടുക്കാനുള്ളതുകൊണ്ട് ജാനീനെ എൻ്റെ ഒപ്പം ആക്കിയിട്ടാണ് കേട്ടോ അവൾ റൂമിൽ പോയത്. ഞാനും ജാനി പിന്നെ വൻ മേക്കപ്പ് ഒക്കെ ആയിരുന്നു. പിന്നെ വാട്ടർ കളറൊക്കെ മേടിച്ചിട്ട് പെയിൻറ്റിങ്ങും ഒക്കെ ചെയ്തിട്ടിരുന്നു. അഞ്ജലി ഞാനും സെക്കൻഡ് സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെ കാർമൽ ഒരുമിച്ചാണ് കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് തൊട്ടിട്ട് ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. കാണാൻ കിട്ടുന്ന ഒരവസരം ഞങ്ങൾ മിസ്സാക്കാറില്ല. ഇയർലി വൺസ് എങ്കിലും കാണാൻ ശ്രമിക്കാറുണ്ട്. നെക്സ്റ്റ് ടൈം കാണുമ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങളും ഞങ്ങൾ ആദ്യം പ്രീ പ്ലാൻ ചെയ്ത് വയ്ക്കും. ഫോട്ടോസും റീൽസും പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഒരുപോലെ ഇടാനും ഞങ്ങൾ നോക്കാറുണ്ട്. ഇത്തവണ ഞാൻ ഈ ഡ്രസ്സും ടോപ്പുമാണ് കേട്ടോ അവർക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്. അഞ്ജലിയുടെ വർക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. ഒരു മിനി സദ്യ വിത്ത് ചിക്കൻ കറി ആയിരുന്നു. അഞ്ജലിയുടെ അമ്മ നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കും. സ്കൂളിൽ മിക്ക ദിവസവും ഞങ്ങൾ ഫുഡൊക്കെ ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കാറുണ്ടായിരുന്നത്. അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ആ കാലമൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷൊർണൂരിലേക്ക് പോയി. ഷൊർണൂർ ടൗണൊക്കെ പോയിട്ട് വർഷങ്ങളായി. പണ്ട് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ചുമ്മാ തെണ്ടി തിരിഞ്ഞ് അവിടെയൊക്കെ നടക്കാറുണ്ടായിരുന്നു. നല്ല വെയിലായതുകൊണ്ട് തന്നെ വേർത്ത് പൊളിച്ച് മുടിയൊക്കെ പശ നക്കി വെച്ച പോലെ ആയി. അഞ്ജലിയുടെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 3 മിനിറ്റ്സ് നടക്കാനുള്ള ദൂരമുള്ളൂ ബസ് സ്റ്റോപ്പിലേക്ക്. അവിടുന്ന് വേണം ഷൊർണൂർ ടൗണിലേക്കുള്ള ബസ് പിടിച്ച് പോകാൻ. പണ്ട് സ്കൂൾ വിട്ട് കഴിഞ്ഞ് SMB ജംഗ്ഷൻ അഞ്ജനയുടെ സൈഡിലേക്കുള്ള ബസ് വരില്ല. അത്രയും നേരം ഞങ്ങൾ കത്തിപിടിച്ചിരിക്കാറുണ്ടായിരുന്നു. പഴയ ഓർമ്മകളൊക്കെ നയവറക്കാന്ന് കൂടി വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ പോക്ക്. കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തിട്ട് ഷൊർണൂരിലേക്കുള്ള ബസ് കിട്ടി. അങ്ങനെ ഇതാണ് ഷൊർണൂർ ബസ് സ്റ്റാൻഡ്. ആൾക്കാർ കളിയാക്കി പറയുന്നതാണെങ്കിലും സംഭവം സത്യമാണ്. ഒന്നിനും വലിയ മാറ്റമൊന്നുമില്ല. ഒക്കെ അതുപോലെയൊക്കെ തന്നെ ഉണ്ട്. അബൂസ് ബേക്കറി കണ്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. ആദ്യം തന്നെ ഞങ്ങൾ പോയത് ബസ് സ്റ്റാൻഡിൻ്റെ ബിൽഡിങ്ങിലുള്ള ഊർവശിക്കാണ്. പണ്ടൊക്കെ സ്കൂളിൽ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ഉള്ളപ്പോൾ സാധനങ്ങൾ വാങ്ങാനൊക്കെ ആയിട്ട് ഇവിടെ വരാറുണ്ടായിരുന്നത്. ഇപ്രാവശ്യം അഞ്ജലിക്ക് ഓണത്തിന് വളം ഇടാനുള്ളതായിരുന്നു. കുപ്പിവളം നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കയറിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വർണികയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലിടാനുള്ള സാധനങ്ങളാണ് വാങ്ങിയത്. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങളുടെ സ്വന്തം അബൂസ് ബേക്കറിയിലേക്കാണ് പോയത്. ഒരു മാറ്റവും ഇല്ല. പണ്ടൊക്കെ ഇവിടെ വന്ന ഫ്രണ്ട്സ് എല്ലാവരും കൂടെ തിന്ന് കുടിച്ച് ആസ്വദിക്കാറുണ്ടായിരുന്നു. മെനു കാർഡ് പോലും അതേപോലെ ഉണ്ട് കേട്ടോ. ക്യാഷിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ തപ്പി പിടിച്ചിട്ട് ആ സാധനങ്ങളൊക്കെ തന്നെ ഓർഡർ ചെയ്തിട്ട് ബാക്കി വരാനുള്ള ഫ്രണ്ട്സിന് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടിരുന്നു. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതിൻ്റെ മുന്നേ തന്നെ ഷൊർണൂരിലുള്ള എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു പറ്റുകയാണെങ്കിൽ എന്തായാലും മീറ്റ് ചെയ്യണം എന്നുള്ളത്. ഷേക്കും ഐസ്ക്രീമൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അഞ്ജനും കുറേ റീൽസൊക്കെ എടുത്തിട്ടിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ടുള്ള ശ്രീജിത്തും ദിവ്യൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെയൊക്കെ കുറേ നേരം കത്തിയടിച്ചിട്ടിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു സാഗറിനെ പ്രശാന്തിനെ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഈവനിങ് ആയപ്പോഴേക്കും അച്ഛനും അമ്മയും എന്നെ വളാഞ്ചേരിക്ക് കൊണ്ടുപോകാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ വളാഞ്ചേരി ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയാണ് സെറ്റിൽ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴൊക്കെ ചാൻസ് കിട്ടുമ്പോഴാണ് ഷൊർണൂർ വരാറുള്ളൂ. എന്തായാലും ഈ പച്ചപ്പൊക്കെ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. പോണ വഴിക്ക് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ഒരു കളർഫുൾ ഡേ ആയിരുന്നു. ബായ്.